ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഒരുപാട് ഹൈറിച്ചിൽ പണം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇരട്ടിപ്പിക്കാൻ വേണ്ടി പൈസ ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർ പറയുന്ന ഒരു വാക്കുണ്ട്. പ്രതാപൻ സാറും ശ്രീന മാഡവും ഒരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തതൊക്കെ ഞമ്മോൻ്റെ ലീഡറാണ്, ആ അവന്മാരൊന്നും ഇപ്പം കമ്പനിയുടെ കൂടുതലില്ല, പ്രതാപൻ സാറും ശ്രീന മാഡവും തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് ശരിയാവുക? പ്രതാപനും ശ്രീനയും മാത്രമാണ് ഈ തട്ടിപ്പിൽ തെറ്റ് ചെയ്തത് എന്ന് പറയേണ്ടി വരും. അവരാണ് ആദ്യം 750-ൻ്റെ പ്ലാൻ ഇറക്കുന്നു, അതിൽ നിന്ന് പണം കൊടുക്കാൻ പറ്റാത്തപ്പോൾ 10,000-ൻ്റെ പ്ലാൻ ഇറക്കുന്നു, അതിൽ നിന്ന് പ്ലാൻ കൊടുക്കാൻ ഇപ്പോൾ 50,000-ൻ്റെ പ്ലാൻ ഇറക്കുന്നു, അതിൽ നിന്ന് കൊടുക്കാൻ പറ്റാത്തപ്പോൾ 1,00,000-ൻ്റെ പ്ലാൻ ഇറക്കുന്നു, അതിൽ നിന്ന് പണം കൊടുക്കാൻ പറ്റാത്തപ്പോൾ അല്ലെങ്കിൽ പണം ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ എത്രയും പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് 5,00,000-ൻ്റെയും 10,00,000-ൻ്റെയും ഒക്കെ പ്ലാനുകൾ ഇറക്കിക്കുന്നു. അപ്പോൾ ഇതൊക്കെ പല ഘട്ടങ്ങളിൽ ലീഡർമാർ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു പ്രതാപനോട്. എങ്ങനെയാണിത്? ഇത് നിയമപരമാണോ? ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് നമ്മൾ പിടിക്കപ്പെടുമോ, പൂട്ടുമോ എന്നൊക്കെ ലീഡർമാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ പ്രതാപൻ ഒരു കാര്യം പറഞ്ഞത്, ലീഗൽ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടേണ്ട, അത് എനിക്ക് വിട്ടേക്കൂ, ഞാനാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ മാർക്കറ്റ് ചെയ്താൽ മതി, കമ്പനിയുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ട എന്ന് പ്രതാപൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ധരിച്ചു, ഇതെല്ലാം ചെയ്തിട്ടുണ്ടാവും, ലീഗലായിരിക്കാം എന്നൊക്കെ ധരിച്ചു. അവർ വലിയ വിദ്യാഭ്യാസമുള്ളവരോ ഒന്നുമല്ല. അവർ ഇതേപോലെ മണി ചേഞ്ച് ചെയ്ത് എത്രയും പെട്ടെന്ന് കോടീശ്വരന്മാരാകണമെന്ന് പണ്ട് മുതലേ പല പല കമ്പനികളിൽ പയറ്റി തെളിഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ അവരും വിചാരിച്ചു, ഓക്കെ, ഇവരൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇയാളങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് പറ്റിക്കാം എന്ന് കരുതി അവർ പറ്റിച്ചവരാണ്. അതിൽ പ്ലാൻ ഉണ്ടാക്കിയവർ കുറ്റക്കാരല്ലെങ്കിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്തവർ എങ്ങനെയാണ് കുറ്റക്കാരാവുക? നിങ്ങൾ പറയും. ഇതുണ്ടാക്കിയവർ, ഇതിൻ്റെ വലിയ വിഹിതം പറ്റിയവർ കുറ്റക്കാരല്ലെങ്കിൽ അവരിപ്പോഴും ദൈവവും ദേവിയും ദേവനും ഒക്കെയായി മാറുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ തട്ടിപ്പിനെ പ്രൊമോട്ട് ചെയ്ത് അതിൻ്റെ കാശ് പറ്റിയവർ കുറ്റക്കാരാവുക? അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാവരും കുറ്റക്കാരാണ്. ഈ മണി ചെയിനിൽ ചേർന്ന എല്ലാവരും കുറ്റക്കാരാവും അങ്ങനെയാണെങ്കിൽ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തെറ്റ് തിരുത്തേണ്ടത്, ഇവർ 2000 മുതൽ മണി ചെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതുപോലെയുള്ള MLM തട്ടിപ്പുകൾ ചെയ്യുന്ന പ്രതാപനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഗ്രീൻ ഗോ തട്ടിപ്പ്, നാനോ എക്സൽ തട്ടിപ്പ്, അതുപോലെയുള്ള തട്ടിപ്പുകളിൽ ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ തൃശ്ശൂർ കോടതിയുടെ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ പ്രതാപൻ വേഴ്സസ് ഷീബ എന്ന് പറഞ്ഞൊരു കേസ് കാണാൻ പറ്റും. ഇവരുടെ ഗ്രീൻ ഗോ തട്ടിപ്പിൽ പൈസ ഇട്ടിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോഴും കേസ് കൊടുത്തിരിക്കുന്ന സ്ത്രീയാണ്. വെറും ചെറിയ പൈസയാണ്, പക്ഷെങ്കിൽ അതുപോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതിൽ കഴിഞ്ഞ ദിവസം പൈസ കൊടുക്കാതെ കോടതി അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ജാമ്യം എടുത്തു. ആരാണ് എടുത്തത്? പ്രതാപൻ്റെ അച്ഛനാണ് അതിൽ ജാമ്യക്കാരനായിട്ട് നിന്നിട്ട് വീടിൻ്റെ കരമൊക്കെ വെച്ചിട്ട് ജാമ്യം എടുത്തിരിക്കുന്നത്. അപ്പോൾ നിരവധി കേസുകളിൽ പ്രതിയാക്കുകയല്ല, കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഒരാളെ നിങ്ങൾക്ക് ഇപ്പോഴും തെറ്റ് പറയാൻ പറ്റുന്നില്ല. ഇതിനെ പ്രൊമോട്ട് ചെയ്ത ആൾക്കാരെ നിങ്ങൾ തെറ്റുകാരനാക്കുന്നു. എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ? ശരിയാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അവരെ തെറ്റുകാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൈസ തരില്ല എന്ന് കരുതിയാണോ നിങ്ങൾ അവരെ തെറ്റുകാരനാക്കാത്തത്? അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കുക, 1-ാം നമ്പർ തട്ടിപ്പ് നടത്തിയത് പ്രതാപനാണ്, പിന്നെ ശ്രീനയാണ്. അത് കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ നിന്ന് എത്ര കോടികൾ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും അവർ അതിൽ ശേഷമേ വരൂ എന്ന് പറയാം. ബൈ.